ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 ഹാബിറ്റ്സ് ഫോർ സക്സസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ടുള്ള 10 ഹാബിറ്റ്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പ്രയറാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രയർ എന്ന് പറയുന്നത്. ഡെയിലി നാം നന്നായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലൈഫിൽ പ്രയറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കും. നമ്പർ 2 എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. നമ്മളെക്കാൾ താഴെ ഉള്ളവരിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കാൻ സാധിക്കും. നമ്പർ 3 എന്ന് പറയുന്നത് ക്ലിയർ ഗോൾസാണ്. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഗോൾസ് ഉണ്ടായിരിക്കണം. ഡ്രീംസ് അല്ല, ഫ്യൂച്ചർ എന്താണ് നേടിയെടുക്കാനായിട്ടുള്ളത് എന്ന് പ്രധാനമാണ്. അതിന് ക്ലാരിറ്റി ഉണ്ടായാലേ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുകയുള്ളൂ. നമ്പർ 4 എന്ന് പറയുന്നത് എക്സസൈസാണ്. നാം ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാകും. നമ്മുടെ ലൈഫിൻ്റെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. നമ്പർ 5 എന്ന് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ്. നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുക വളരെ ആവശ്യമാണ്. സംസാരം കീപ്പ് ചെയ്യുക. നമ്പർ 6 എന്ന് പറയുന്നത് റൈറ്റ് അച്ചീവ്മെൻറ്റ്സ്. നമ്മൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എഴുതി നോക്കുക. അപ്പോൾ നമ്മുടെ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു. നമ്പർ 7 എന്ന് പറയുന്നത് ടേക്ക് റെസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും ജോലിയിൽ എൻഗേജ്ഡ് ആകാതെ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കുക. അത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കും, റിഫ്രഷ് ആക്കും. ഫിസിക്കലി ആൻഡ് മെൻ്റലി ടേക്ക് റെസ്റ്റ്. നമ്പർ 8 എന്ന് പറയുന്നത് ഡിസ്കണക്ട് സോഷ്യൽ മീഡിയാസ്. നാം എപ്പോഴും സോഷ്യൽ മീഡിയാസിൽ ആക്റ്റീവാണല്ലോ. എല്ലാവരും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്ത ശേഷം ഫാമിലീസുമായി കണക്റ്റ് ആവുക. നമ്പർ 9 എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. നമ്മൾ നല്ല നല്ല ബുക്കുകൾ കളക്ട് ചെയ്യുക, വായനാശീലം വളർത്തിയെടുക്കുക. നല്ല പുസ്തകങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമ്പർ 10 എന്ന് പറയുന്നത് ഹെൽത്തി ഈറ്റിംഗ് ആണ്. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ, എന്നാൽ എന്തൊക്കെ കഴിക്കണം എന്ന് ചിന്തിക്കാറുണ്ടോ? ഹെൽത്തി ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്ത് നാം കഴിക്കുന്നു, എന്തൊക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ ഷുഗറിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമുക്ക് ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഹെൽത്തി ഈറ്റിങ്ങിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം കൂടാതെ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കുടിക്കുന്നതിലൂടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. 10 ഹാബിറ്റ്സ് ഫോർ സക്സസ്ഫുൾ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.